എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ ലൂഫി അന്വേഷിച്ച് ആ കാട് മുഴുവൻ അങ്ങനെ കയറി ഇറങ്ങുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിക്കാണെങ്കിൽ അവരുടെ സ്റ്റോറി എല്ലാം കേട്ട് ഒരുപാട് വിഷമം തോന്നും. ലൂഫി ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ആ മാസ്റ്ററിനോട് ചോദിക്കും, ഇവിടെ പൊല്യൂട്ടഡ് അല്ലാത്ത നല്ല വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലം അതെവിടെയാണ്? അതുപോലെ തന്നെ ആവശ്യത്തിന് ആഹാര സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ സ്ഥലം, അതും ഡോക്ടേഴ്സിന്റെയും മെഡിക്കൽ അസിസ്റ്റൻസിന്റെയും ഫെസിലിറ്റി ഒക്കെ ഉള്ള സ്ഥലം, അതും കൂടെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ലൂഫിയുടെ ചോദ്യമൊക്കെ കേട്ട് മാസ്റ്ററിനാണെങ്കിൽ ഇപ്പൊ കുറച്ച് പേടിയൊക്കെ തോന്നുകയാണ്. കാരണം ലൂഫിയുടെ ഭാവവും അവന്റെ ഫേസും ഒക്കെ വളരെ ടെററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, വയലറ്റ് പെണ്ണിന്റെ ജീവൻ അത് വെച്ച് റിസ്ക് എടുക്കാനായിട്ട് കഴിയില്ല. എത്രയും വേഗം അവളെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അത് കേൾക്കുമ്പോൾ മാസ്റ്റർ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവന് പോവേണ്ട വഴി, അത് ഹോസ്പിറ്റലും മെഡിക്കൽ ഫെസിലിറ്റി എവിടെയാണുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടേക്ക് പോകുന്നത് വലിയ അപകടമാണ്. കൈഡോടെ ആൾക്കാർ അവിടെ മുഴുവൻ വലിയൊരു ബാരിയർ തന്നെ തീർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ള അനുവാദം വളരെ കുറവാണ്. മാത്രമല്ല, നീ ഒരു ഔട്ട്സൈഡർ പൈറട്ടല്ലേ, തീർച്ചയായിട്ടും നിന്നെ അവരുടെ കണ്ണിൽ പെട്ടാൽ നിന്നെ കൊന്നു കളയും. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പോവാൻ റെഡി ആവുകയാണ്. പിന്നീട് ആ മാസ്റ്റർ ആണെങ്കിൽ അവരുടെ സാമുറായി വേഷം അത് ലൂഫിക്ക് കൊടുക്കും. ലൂഫി ആണെങ്കിൽ സാമുറായികളെ പോലെ വേഷമൊക്കെ ധരിച്ച് അവരുടെ സ്ക്വാഡൊക്കെ എടുത്ത് ആ കുഞ്ഞിപ്പെണ്ണുമായിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ആ സാമുറായി സ്ക്വാഡ് അത് കുറച്ച് ഇഷ്ടമാവും. അതിന്റെ പർപ്പിൾ കളറൊക്കെ ആസ്വദിച്ച് അവനിപ്പോ മാസ്റ്ററിനോട് യാത്ര പറയാണ്. മാസ്റ്റർ, നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളെ സേഫായി ഞാൻ ഡോക്ടേഴ്സിന്റെ മുൻപിലേക്ക് എത്തിച്ച് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി അതെല്ലാം തന്നെ നൽകും. അവളെ ഞാൻ പഴയതിലും ഉഷാറാക്കി മാറ്റും. അതിനുശേഷം എനിക്ക് വീണ്ടും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ എന്തായാലും ഞാൻ തിരികെ വരുമെന്ന് പറഞ്ഞ് യാത്രയൊക്കെ ചോദിച്ച് ലൂഫി കടന്നു പോവും. ഉടനെ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് പറയും, ആ സ്ക്വാഡ് അത് നീ കൊണ്ടുപോകാനായിട്ട് പാടില്ല. അത് കിറ്റക്സ് സ്ക്വാഡാണ്. 50 ഗ്രേറ്റ് സ്ക്വാഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചേർന്നുണ്ടാക്കിയ വളരെ വിലപിടിപ്പും പവർഫുള്ളും ആയ സാമുറായ്സിന്റെ യൂണിക് സ്ക്വാഡാണ്. അത് നീ എനിക്ക് തിരികെ തരണം. മാസ്റ്റർ ആണെങ്കിൽ ആ സ്ക്വാഡിനെ കുറിച്ചുള്ള സ്റ്റോറി അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ലൂഫി ആണെങ്കിൽ ഉഷാറായിട്ട് അവിടുന്ന് ചാടി ഓടും. അതിന് മാസ്റ്റർ അവന്റെ പിന്നാലെ ഓടി ലൂഫിയോട് കെഞ്ചും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ഈ സ്ക്വാഡ് കണ്ട അവർ നിന്നെ എളുപ്പത്തിൽ തിരിച്ചറിയും. അതുകൊണ്ട് അത് എനിക്ക് തിരികെ തരണം. പക്ഷെ ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഇത് ഞാൻ തരില്ല. അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള സ്ക്വാഡ് അതെനിക്ക് തരണം. അതിനാൾ പറയും, ഈ 2 സ്ക്വാഡുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും അവരുടെ കണ്ണിൽ പെട്ടാൽ നിന്റെ മാത്രമല്ല വയലറ്റ് പെണ്ണിനെയും അവരില്ലാതാക്കും. അതിന് ലൂഫി ആണെങ്കിൽ ആളുടെ മൂക്കിൽ പിടിച്ച് ദൂരേക്ക് കറക്കി എറിയും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വയലറ്റ് പെണ്ണിനെ കൊണ്ടുപോകുന്നത് ഞാനാണ്. തീർച്ചയായിട്ടും അവളെ സേഫായി ഇവിടേക്ക് കൊണ്ടുവരുന്നു പറയും. അതിന് മാസ്റ്റർ വിളിച്ചു പറയും, അവളോടൊപ്പം ആ സ്ക്വാഡും നീ സേഫായി തിരികെ എത്തിക്കണം. ലൂഫി ആണെങ്കിൽ അതിന് മാത്രം മറുപടി പറയാതെ ആ ഒരു സിംഹത്തിന്റെ പുറത്ത് കയറി അങ്ങനെ കൈഡോടെ ബൗണ്ടറിയിലേക്ക് കൊതിച്ചു പായാണ് വയലറ്റ് പെണ്ണ്. അവൾ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. അവളിപ്പോ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ലൂഫി ആഞ്ഞടിച്ച്, സത്യം പറയും എയ്സ്, അദ്ദേഹം കൊല്ലപ്പെട്ടോ? അതിനവൻ പറയും, അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് പാരമൗണ്ട് വാറിൽ അവൻ കൊല്ലപ്പെട്ടു. അത് കേട്ട് അവള് ഒരുപാട് വിഷമത്തിൽ കരഞ്ഞ് എയ്സിനോടൊപ്പം സ്പെൻഡ് ചെയ്ത ആ ഗുഡ് മെമ്മറീസ് അതൊന്നായിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കുഞ്ഞുപെണ്ണ് അവള് എയ്സിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോവരുത്. അങ്ങനെ പോവുകയാണെങ്കിൽ എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകണം. അതിന് എയ്സ് അവളെ നോക്കി ചിരിച്ച്, നിനക്ക് വെറും 5 വയസ്സ് മാത്രമാണ് പ്രായം. ഞാൻ തീർച്ചയായിട്ടും വലിയൊരു പൈററ്റ്സ് ടീമുമായി ഇവിടേക്ക് തിരികെ എത്തും. അന്ന് നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ എല്ലാം സാധിച്ചു തരുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. ഞാൻ തിരികെ വരുമ്പോഴേക്കും നീ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിഞ്ചയായി മാറണമെന്ന് പറഞ്ഞ് അവൻ കടന്നു പോവും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. വയലറ്റ് പെണ്ണാണെങ്കിൽ ലൂഫിയെ അച്ചറം പൊച്ചറ ഇട്ടിക്കുകയാണ്. എനിക്കൊരിക്കലും ഇത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. എയ്സും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ? അവനെ ഞാൻ കണ്ടത് എൻ്റെ ഓൺ ബ്രദറായിട്ടാണെന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ അതിനൊരു അക്ഷരം പോലും പറയാതെ ഞാൻ സഹിച്ച് മുൻപോട്ടേക്ക് നോക്കിയിരിക്കുകയാണ്. അവരങ്ങനെ മുൻപോട്ടേക്ക് പോയി അല്പസമയം കഴിയുമ്പോഴേക്കും ആ ബേസ് ലാൻഡിലേക്ക് എത്തുകയാണ്. അത് കാണേണ്ട താമസം ലൂഫി ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി പോവും. അവിടെ മുഴുവൻ ഒരുപാട് ഫാക്ടറി, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് പുകകളൊക്കെ അങ്ങനെ അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സോറോയെ കാണിക്കും. ആ നാട് മുഴുവൻ ഇപ്പൊ സോറോയുടെ വാണ്ടഡ് പോസ്റ്ററാണ്. എല്ലാവരും സോറോ ആണ് ആ സീരിയൽ കില്ലർ എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സോറോയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പേടി. ആരും വഷളാവെന്ന് മനസ്സിലാക്കിയ സോറോ അവനാണെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ അധികം ആൾതാമസമില്ലാത്ത ഒരു ഭാഗത്തേക്ക് കടന്നു വരും. ഇവിടെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കാണെങ്കിൽ പുറത്തേക്ക് വരാൻ പോലും ഒരുപാട് പേടി.
പേടി. സെക്യൂരിറ്റീസ് ആണെങ്കിൽ വീടാന്തരം ഓരോ വീടുകളിലും അങ്ങനെ കയറി ഇറങ്ങി വീടിന്റെ മുക്കിലും മൂലയിലും സോറോയെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സോറോ അവൻ ഹാപ്പിയായി ആരുടെയും കണ്ണിൽ പെടാതെ അവൻ ആവശ്യമായിട്ടുള്ള ഫിഷും മീറ്റും അങ്ങനെ എല്ലാം തന്നെ ഹായ് ആയിട്ട് കടിച്ചു പറിച്ച് തിന്ന് ജീവിക്കും. അപ്പോഴാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് ഓടിച്ച് അവന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവൻ ആ വയലറ്റ് പെൺകുട്ടിയായിട്ട് ഇപ്പൊ വെയ്സ് ഐലാൻഡിലേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് ആനിമൽസ്, ഒരു പന്നി, അതിന്റെ പിന്നില് ഒരു കടുവ, അതിന്റെ പിന്നില് മറ്റൊരു ക്രീച്ചർ, അവറ്റകൾ അങ്ങനെ ഓടുകയാണ്. അതിന് ചൂണ്ടിക്കാണിച്ച് ലൂഫി അവൻ വയലറ്റ് പെണ്ണിനോട് ചോദിക്കും, നിനക്ക് അവറ്റകളെ കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അവറ്റകളെ നമുക്ക് സെറ്റാക്കാം. അതിനവള് പറയും, അയ്യോ ഇല്ല, അവറ്റകളെ പിടിക്കാനുള്ള സ്ട്രെങ്ത് ഒന്നും ഞങ്ങൾ സാമുറായിസിനില്ല. അതുമാത്രമല്ല, അവറ്റകളെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈഡോഡ് അസിസ്റ്റൻസ് അവര് ഞങ്ങളെ അറസ്റ്റ് ചെയ്യും, കള്ളന്മാരാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തുറങ്കിലടയ്ക്കും. സോ തൽക്കാലം നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, ഈ ആനിമൽസിനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. കാരണം ആ പോയിസൺ വാട്ടറാണ് ഇവറ്റകളും ഉപയോഗിക്കുന്നത്. കൈഡോ ആൻഡ് ടീം വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. അവരൊരിക്കലും ഇതുപോലുള്ള മൃഗങ്ങളെ കഴിക്കാറില്ല. അവർക്ക് വേണ്ടി ഒരു ഫാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലവർ വളർത്തിയെടുക്കുന്ന നല്ല മൃഗങ്ങളെ മാത്രമേ അവറ്റകൾ ഭക്ഷിക്കാറുള്ളൂ. അവളങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും തോറും ഇപ്പൊ അവളുടെ വയറ്റിൽ നിന്ന് ശബ്ദം അങ്ങനെ കൂടി വരും. അവൾക്ക് വിശപ്പ് താങ്ങാൻ കഴിയാതെ വീണ്ടും അവളുടെ ബോധം മറയാണ്. ലൂഫിക്കാണെങ്കിൽ ടെൻഷനാവും. എന്തു പറ്റി? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് അവളാണെങ്കിൽ മറുപടി പറയില്ല. ലൂഫി ആനിമലിനോട് കുറച്ചുകൂടെ സ്പീഡിൽ മുൻപോട്ടേക്ക് പോകാൻ പറയും. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിലായി ആ പെൺകുട്ടിയെ വില്ലന്മാർ ഓടിച്ച് ലൂഫിയുടെ മുൻപിലേക്ക് കൊണ്ടുവരിക. ലൂഫി ആണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ട് ഒന്ന് അത്ഭുതപ്പെടും. ആ പെണ്ണാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ രക്ഷിക്ക്. പക്ഷെ ലൂഫി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ സാക്ഷാൽ സോറോ അവൻ ചാടി വന്ന് ആ വില്ലന്മാരെ വെട്ടി വീശുകയാണ്. സോറോയെ കാണേണ്ട താമസം അവർ പേടിക്കും. ആ സീരിയൽ കില്ലർ അതിവൻ തന്നെയാണെന്ന് പറഞ്ഞ് അവർ ഉച്ചത്തിൽ ബഹളം വെക്കുകയാണ്. പക്ഷെ സോറോയുടെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല, അവരുടെ കയ്യിലുള്ള ആ ഡ്രിങ്ക്സ് ആണ്. സോറോ ആണെങ്കിൽ 2 സെക്കൻഡുകൾ കൊണ്ട് ആ വില്ലന്മാരെല്ലാം അട്ടിച്ചോടിച്ച് ആ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുകയാണ്. ലേഡി ആണെങ്കിൽ ഇപ്പൊ സോറോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. അതേസമയം ഇവിടെ ലൂഫി അവ കണ്ണൊക്കെ തള്ളി സോറോ എങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്, അതെന്റെ ടീംമേറ്റ് സോറോ അല്ലേ? സോറോ, ഇത് ഞാനാണ് ലൂഫി എന്ന് പറഞ്ഞ് ലൂഫി സോറോയുടെ അടുത്തേക്ക് ഓടി വരും. അവർ രണ്ടുപേരും പരസ്പരം കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ സോറോയുടെ കയ്യിൽ കണ്ട മീറ്റ് അതങ്ങനെ വാങ്ങിയെടുക്കും. അയ്യോ, ഇതാണോ നീ ഇത്രയും നേരവും കഴിച്ചേ? ഇത് കഴിക്കാനായിട്ട് പാടില്ല, ഇതിലെല്ലാം ഒരുപാട് പോയിസൺ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അവനും ആ മീറ്റ് കഴിക്കാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ ആ വയലറ്റ് പെണ്ണിനെ കാണിച്ചു കൊടുക്കും, എനിക്ക് എത്രയും വേഗം ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവളും ആ പോയിസൺ വെള്ളം അത് കുടിച്ച് പോയിസണില് അഫക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവനത് പറയുന്ന അതേ സമയം ഇപ്പൊ ആ വില്ലന്മാരുടെ ഗ്യാങ് അത് അവരുടെ തൊട്ട് മുൻപിലേക്ക് വരും. പക്ഷെ ആ മെയിൻ വില്ലൻ ആണെങ്കിൽ സോറോയെ തിരിച്ചറിയില്ല. വാണ്ടഡ് പോസ്റ്ററിലുള്ള ആള് അത് സോറോ ആണെന്ന് മനസ്സിലാവാതെ അവൻ നമ്മുടെ ആൾക്കാരെ നോക്കും. ആൾക്കാർക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ വില്ലന്മാരാണ്, കൈഡോടെ അസിസ്റ്റൻസ് ആണ്. ആ മെയിൻ വില്ലൻ അല്പനേരം നോക്കി നിൽക്കുമ്പോഴായിരിക്കും അവൻ ലൂഫിയെ തിരിച്ചറിയുക. ഓ, നിങ്ങൾ സ്ട്രോ ഹാറ്റ് ടീമാണല്ലേ, നിങ്ങളാണ് ഞങ്ങളുടെ ടീംമേറ്റ്സിനെ അറ്റാക്ക് ചെയ്തത്. ഒരു കാരണവശാലും നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ സ്ക്വാഡ് കയ്യിലെടുക്കും. അത് കണ്ട സോറോയും അവന്റെ സ്ക്വാഡ് കയ്യിലെടുക്കുമ്പോൾ ഇവിടെ ലൂഫി അവൻ ഒരാവശ്യമില്ലാതെ ആ ഒരു സാമുറായി മാസ്റ്റർ ആളുടെ സ്ക്വാഡ് അങ്ങനെ കയ്യിലെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.